നമ്മൾ സാധാരണ പറയാറുണ്ടല്ലേ, തിരുവനന്തപുരത്ത് വിഷു അങ്ങനെ അതിഗംഭീരമായുള്ള ആഘോഷമില്ല, രാവിലത്തെ കണിയും കൈനീട്ടവും ഒക്കെ ഉള്ളൂ എന്ന്. പക്ഷെ ആ പറയുന്നതൊക്കെ വീണ്ടും തെറ്റാണെന്ന് തെളിയിക്കുകയാണ് കേട്ടോ ഈ തിരക്ക്. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ചാല മാർക്കറ്റിലാണ്. അതുപോലെ ജനത്തിരക്കാണ് ഇവിടെ എന്ന് പറയാം. നമ്മുടെ ഉത്രാടപ്പാച്ചിലിന് സമാനമായിട്ട് തന്നെ കടകളിലൊക്കെ ദാ നിറയെ സാധനങ്ങൾ, വിഷു കണി വെക്കാനുള്ള, കണി ഒരുക്കാനുള്ള വസ്തുക്കളാണ്. പണ്ട് ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, കുട്ടിക്കാലത്ത് സെറ്റൊക്കെ വെച്ച് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരുന്ന സാധനമാണ്. ഇപ്പൊ ദാ കടയിൽ വന്ന് എങ്ങനെയൊക്കെ കിട്ടും. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? തിരക്കേടില്ല, നല്ല ബൂസ്റ്റാവുന്നുണ്ട് കച്ചവടം. പഴയതുപോലെ പണ്ടൊക്കെ ഓണത്തിനായിരുന്നു തിരുവനന്തപുരം ആഘോഷിക്കുന്നത്. ഇപ്പോൾ വിഷു ഒക്കെ വളരെ ഓണത്തെക്കാളും കൂടുതൽ ആഘോഷിക്കുക. നടക്കാൻ പറ്റുന്നില്ല, വണ്ടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയ്ക്ക് തിരക്കുണ്ട്. അതാണ് പറയാനുള്ളത്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷുവും ദാ ഇങ്ങനെ ഓണത്തിന് മേലെ എങ്ങനെ ആഘോഷിക്കാമെന്ന് നോക്കണം. നമുക്ക് എത്ര ഭംഗിയിലാണ് സാധനങ്ങൾ. ഇപ്പോൾ പൂജാ സാധനങ്ങൾ, അതുപോലെ തന്നെ പൂക്കടയിലെ തിരക്ക്, പച്ചക്കറിക്കടയിലെ തിരക്ക്, പഴവർഗ്ഗങ്ങളൊക്കെ വാങ്ങാൻ. നാളെ കണി ഒരുക്കാനായിട്ടാണ് മലയാളികൾ ദാ ഈ ഓടി നടക്കുന്നതെന്ന് പറയാൻ കേട്ടോ. ചേച്ചി, വിഷു എവിടെ വരെയായി? സന്തോഷമായിട്ട് പോകുന്നു. എല്ലാം വിഷു കണി ഒരുക്കാനുള്ള അതിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നതാണ്. എങ്ങനെയുണ്ട്? ലാഭമായിട്ട് തന്നെ കിട്ടുന്നുണ്ടോ ഇപ്പൊ? കുഴപ്പമില്ല. നമ്മള് പത്തനംതിട്ടക്കാരാണ്, നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വിഷു ആഘോഷിക്കുന്നത്. അപ്പൊ എങ്ങനെ സദ്യയൊക്കെ ഉണ്ടോ നാളെ? പിന്നെ ഉണ്ടല്ലേ. അപ്പൊ എല്ലാരും എല്ലാ തയ്യാറെടുപ്പുകളും ഒക്കെ ആയിട്ട് എടുക്കാം. അമ്മേ, വിഷു എവിടെ വരെയായി? ഒന്നും ആയില്ല. ഒന്നും ആയില്ലേ? സാധനങ്ങളൊക്കെ വാങ്ങാൻ നിൽക്കല്ലേ? വാങ്ങിക്കാൻ വന്നതേ ഉള്ളല്ലേ? വീട്ടിൽ ജോലി ചെയ്യാൻ പോയിട്ട് അവിടെ നീട്ടിയ പൈസയും കൊണ്ടുവന്നു അല്ലേ? അതാണ് പറയുന്നത്, സന്തോഷത്തിന്റെ ദിവസമാണ് നാളെ. അപ്പൊ ആഘോഷിക്കാൻ പോവല്ലേ? ആഘോഷിക്കാൻ. എങ്ങനെ വീട് എവിടെയാ? വട്ടിയൂർക്കാവിലല്ലേ? അപ്പൊ ഇവിടെ എങ്ങനെ സാധനങ്ങളൊക്കെ ലാഭമായിട്ട് നല്ല ഭംഗിയിൽ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഞാൻ ഇപ്പൊ വന്ന് നോക്കിയതേ ഉള്ളൂ. ജോലിയൊക്കെ ചെയ്തിട്ട് അവർക്കെല്ലാം കണിയൊക്കെ ഒരുക്കാൻ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അപ്പൊ നാളെ ഭംഗിയുള്ള ഒരു വിഷയമാവട്ടെ കേട്ടോ. അപ്പൊ അതാണ് പറയുന്നത്. ഒരുപാട് ഏത് തരത്തിലുള്ള ആളുകളോട് ചോദിച്ചാലും നാളെ അവർക്ക് സന്തോഷത്തിന്റെ ദിവസമാണ്. കണിയൊരുക്കി കണ്ണനെ കണി കണ്ട് നാളെ ഒരു നല്ല ദിവസത്തിന് തുടക്കം കുറിക്കുകയാണ്. ശരിക്കും ഈ വിപണിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്തവണ കളം പിടിക്കുന്നത് മുഴുവൻ ചെറുപ്പക്കാരാണെന്ന് പറയാൻ കേട്ടോ. ഏത് കടയിൽ കയറി ചെന്നാലും ആളുകളെ വിളിച്ചു കടയിലേക്ക് കയറ്റാനും അതുപോലെ തന്നെ കച്ചവടം പൊടിക്കാനുമായിട്ട് ചെറുപ്പക്കാരാണ് ഇവിടെ മുഴുവൻ നിൽക്കുന്നതെന്ന് പറയാം. മക്കളെ, പൂക്കടയിലെ കച്ചവടമൊക്കെ എങ്ങനെ പോണു? നാണക്കാരാണ് കേട്ടോ എല്ലാവരും. പൂക്കടയിലൊക്കെ നാളെ കണി ഒരുക്കുന്നതിന് വേണ്ടി, കണ്ണന് മാല ചാർത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള തിരക്കാണ്. അത് വാങ്ങാനായിട്ടുള്ള തിരക്കാണ്. ഇതാ നോക്ക്, കണിവെള്ളരിയൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പൊന്നിൻ നിറമുള്ള കണിവെള്ളരി വെച്ച് കണി കണ്ടില്ലെങ്കിൽ പിന്നെ മലയാളിക്ക് എന്ത് വിഷു അല്ലേ? മോനെ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എല്ലാം വിറ്റ് പോകുന്നുണ്ടോ? ഏത് സാധനം ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പൊ വാങ്ങാൻ വരുന്നത്? വെള്ളരി തന്നെയാണോ? മത്തനും വെള്ളരി അല്ലേ? അപ്പൊ എങ്ങനെ ഇപ്പൊ വൈകുന്നേരത്തോടെ അടുത്താണോ തിരക്ക് കൂടുതൽ, അതോ പകലും ഉണ്ടായിരുന്നോ? പകലുണ്ടായിരുന്നു. എങ്ങനെ വീട്ടിലെ വിഷു ഒക്കെ എവിടെ വരെയായി? വലിയ കുഴപ്പമില്ല, എല്ലാം റെഡിയാ. അമ്മയൊക്കെ റെഡിയാക്കും അല്ലേ? സദ്യയൊക്കെ ഉണ്ടോ? കാണുമായിരിക്കും. എങ്ങനെയാ, പായസമാണോ പ്രധാനം? പായസം അപ്പൊ അതാണ് രസമാണ് ഇവരുടെയൊക്കെ ഓണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, വിഷുവിന് തലേന്ന് ദാ ഇവിടെ വന്ന് മറ്റുള്ളവരുടെ വീട്ടില് കണി റെഡിയാക്കാൻ വേണ്ടിയുള്ള എല്ലാം അവൻ തയ്യാറാക്കി വെച്ചിട്ട് നാളെ അവൻ അവന്റെ വിഷു ആഘോഷിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ അതാ ഈ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് നിറയെ സാധനങ്ങളാണ്. എല്ലാം പെട്ടെന്ന് തന്നെയാണ് വിറ്റുപോകുന്നതെന്ന് പറയാൻ കേട്ടോ. അത് തന്നെയാണ് ഇവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു കുറച്ച് മുൻപ് വരെ. ഇപ്പോഴും നമുക്ക് പുറകിലേക്കൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും, നല്ല തിരക്ക് പിടിച്ചിട്ടുണ്ട് കൊന്നപ്പൂ വാങ്ങാനായിട്ടും എല്ലാം. ചേട്ടാ, എവിടെ വരെയാ വിഷു? അടിച്ചു പൊളിക്കാണോ? കണി വെക്കാൻ വേണ്ടി ഓരോ സാധനങ്ങൾ വാങ്ങിച്ചോണ്ടിരിക്കുന്നു. സദ്യയൊക്കെ ഉണ്ടാവോ? ഉണ്ടാവല്ലേ? ഒരു വിഷു ആണല്ലേ. ആ സ്കൂട്ടറിന്റെ കവറിൽ നിറയാണ് കൊന്നപ്പൂ ഒക്കെ. അതെ, സീറ്റിനകത്തും പുറത്തും ഒക്കെ ഇതാ വിഷുവിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്, കൊന്നപ്പൂക്കളൊക്കെ. ഈ കൊന്നപ്പൂവിനെ കുറിച്ച് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 2 മാസം മുമ്പ് വരെ നാട്ടിൽ എല്ലാ കൊന്നയും പൂത്തിങ്ങനെ നിൽക്കാണ്. ഇന്നിപ്പോൾ ആയപ്പോഴത്തേക്കും പൂക്കൾ കിട്ടാനില്ലെന്ന് പറഞ്ഞാണ് ആളുകൾ ഇങ്ങനെ ഓടി നടന്നോണ്ടിരുന്നത്. ചേച്ചി, വിഷു എവിടെ വരെയായി? നന്നായിട്ട് പോകുന്നു. അല്ലേ? എല്ലാവരും ദാ തിരക്കിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് ഓടുകയാണ് കേട്ടോ. കണി വെക്കാനും കണി ഒരുക്കാനും സദ്യ ഒരുക്കാനും ഒക്കെ ആയിട്ട് അമ്മമാരും കുട്ടികളും ഒക്കെ ദാ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. തിരക്ക് കണ്ടോ? ഈ തിരക്കിനിടയിലൂടെ നടക്കാൻ തന്നെ നമ്മൾ ചെറുതായി ഒന്ന് ഭയന്നു പോകും. അത്രയും തിരക്കാണ് ഇവിടെയും തന്നെ. അപ്പൊ തിരുവനന്തപുരത്തുകാർ ഇങ്ങനെ വിഷു ആഘോഷിക്കാൻ വേണ്ടി ഉത്രാടപ്പാച്ചലിന് സമാനമായി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരി. അപ്പൊ പാച്ചിലൊക്കെ നിർത്തി വേഗം ഓഫീസിലേക്ക് വരൂ. നമുക്കും വിഷു ഗംഭീരമായിട്ട് ഇവിടെ ഒന്നിച്ച് ആഘോഷിക്കാം.